ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാർഡിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാനും പരിചയപ്പെടാനും പോകും നമ്മുടെ ഗൂഗിൾ പിക്സൽ 10 ആണ്. നമ്മളിത് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല വാങ്ങിച്ചിട്ട്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫ്ലിപ്കാർട്ടിലാണല്ലോ നമുക്ക് എന്താ പറയുക ഒഫീഷ്യലി ഗൂഗിൾ പിക്സൽ സെല് ചെയ്യുന്നത്. അതല്ലാണ്ട് പിക്സൽ അല്ലാണ്ട് വേറെ ഷോപ്പുകളും ഉണ്ട്. അതായത് ക്രോമ സ്റ്റോറിൽ ആക്ച്വലി പിക്സൽ തന്നെ സെല് ചെയ്യേണ്ട ഓതറൈസ് സെല്ലർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാം. ഞാനിത് ക്രോമന്റെ ടാറ്റ ന്യൂ ആപ്പ് ത്രൂ വാങ്ങിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് പോയിന്റ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ടാറ്റ ന്യൂ കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഡേ ഡെലിവറി 4 ദിവസം കൊണ്ട് സാധനം കയ്യിൽ കിട്ടിയിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഇൻഡിഗോ കളർ എന്നല്ല ഇതിൻ്റെ പേര്, ഇൻഡിഗോ കളർ, ബ്ലൂ കളർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ 6.3 ഇഞ്ചിന്റെ 256 GB വേരിയന്റ് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ വരുന്നുള്ളൂ. ഇത് ആക്ച്വലി ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അൺബോക്സിങ് കാണിച്ചു തരാം. ഇതിന്റെ MRP ഡേറ്റ്, ഇത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് കേട്ടോ. MRP 80,000 രൂപയാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽ പ്രൈസ് കാണിക്കുന്നത് 70 എത്ര സംതിങ് ആണ് കാണിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ഉടായ്പ പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാറില്ല. പിന്നെ ഇപ്പോൾ പിക്സലൊന്നും വാങ്ങിക്കുന്നതിന് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പിക്സലൊക്കെ നമുക്ക് ഡയറക്ട്ലി ബ്രാൻഡ് തന്നെ ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്തേക്കെന്താ. അപ്പോൾ അതിൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കുറവ്. പക്ഷെ എന്തായാലും ഞാൻ വാങ്ങിക്കാറില്ല പിക്സല പ്രൊഡക്ട്സുകൾ, ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകൾ ഞാൻ ഫ്ലിപ്കാർട്ട് ത്രൂ വാങ്ങിക്കാറില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പൊ റീസെന്റ് തന്നെ മോട്ടറോള വാങ്ങിച്ചു. ഇതുകൊണ്ട് തന്നെയാണ് വെച്ചാൽ മോട്ടറോള ഒഫീഷ്യലി ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വാങ്ങിച്ചിട്ടുണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, എന്താ 79,999 പ്രൈസ്. ഇതിലിപ്പോ 2 കളറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ, ബാക്കിയൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. 79,999 പ്രൈസ് വരുന്നത്. നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ 7,000 രൂപ ആക്സിസ് ബാങ്കിന് ഓഫർ ഉണ്ട്, ICICI ബാങ്കിന് ഓഫർ ഉണ്ട്. അപ്പൊ 72,999 കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ സെല്ലിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വലിയ കാര്യമായിട്ടൊന്നും സംഭവമൊന്നും ഇല്ല, ഒരു കേബിൾ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണ്ടതാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ വെച്ചിട്ടുള്ളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതിലേക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിൽ കൂടെ എന്താ പറയുക ഡീൽസുകളും ലിങ്കുകളൊക്കെ ഞാൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ് ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ നമ്മളതിൽ റെഫറൽ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കയറി ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആകെ ഒരു എന്താ പറയുക സിം എജക്ടർ പിന്നും ഒരു സിമ്മും ഒരെണ്ണം ഈ സിമ്മാണ് ഇതിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് സംഭവമൊന്നുമില്ല. പിന്നെ കേബിളും ഉണ്ട്. കേബിൾ ഞാൻ എന്തായാലും എടുത്തിട്ടില്ല, വേറെ ഇഡി ചാർജിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് മിക്ക എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഫോൺ, ഇതാണ് സംഭവം. കണ്ടു, ഞാനൊരു സെപ്പറേറ്റർ കേസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻ ഗാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ആമസോണിലാണ് വാങ്ങിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ ഈ കേസ് അത്രയ്ക്ക് പോരട്ടെ. ഞാൻ വേറൊരു അൾട്രാ തിൻ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 200 ഗ്രാമിന്റെ മുകളിൽ വെയിറ്റ് വരുന്നുണ്ട്, 204 വരുന്നുണ്ട്. പക്ഷെ ഇത് തീരെ ഫീൽ ചെയ്യില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുട്ടി ഫോണാണ്, 6.3 ഇഞ്ചേ ഉള്ളൂ. കോർണിംഗ് ഒരു ഗ്ലാസ് വിക്ടസ് 2 ആണ് പ്രൊട്ടക്ഷൻ വരുന്നത് 2 സൈഡിലും. പിന്നെ ഒരു നാനോ സിമ്മും ഒരു സിമ്മാണ് വരുന്നത്. അതുപോലെ തന്നെ IP68 ആണ് പ്രൊട്ടക്ഷൻ കാണുന്നത് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ്, OLED ഡിസ്പ്ലേ വരുന്നത്. 120 ഹെർട്സിന്റെ ഇവിടെ ഇതിന്റെ സ്വിച്ച് അങ്ങോട്ട് തലതിരിച്ചിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. എവിടെ അപ്പോൾ 120 ഹെർട്സിന്റെ HDR 10+ ഒക്കെ ഉള്ളതാണ്. 2000 നിറ്റ്സ് ആണ് HBM വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 വരുന്നുണ്ട് കേട്ടോ. 6.3 ഇഞ്ചിന്റെ നമുക്ക് കോർണിംഗ് ഒരു ഗ്ലാസ് വിക്ടസ് 2 തന്നെയാണ് വരുന്നത്. Android 16 ആണ് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. 7 കൊല്ലത്തെ അപ്ഡേറ്റ്സ് കിട്ടും. നമ്മുടെ ഗൂഗിളിന്റെ ടെൻസർ G5 3 നാനോമീറ്റർ ഇതിൽ വരുന്ന നമ്മുടെ TSMC മാനുഫാക്ചർ ചെയ്ത പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. നമ്മുടെ സാംസങ്ങിന് അവർ വിട്ടു, ഒക്ടോകോർ ആണത്. പിന്നെ ഇതിൽ GPU വരുന്നത് പവർ VR DXT40 എന്നൊരു സാധനമാണ്. നോർമലി ഒരു GPUനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അതാണ് വേറെ കാര്യം. പിന്നെ ഇന്റർണലി നമുക്ക് 256 GB 12 GB വേരിയന്റ് ആണ് ഇന്ത്യയിൽ വരുന്നത്. ഈ ഒരു വേരിയന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ US പോയി കഴിഞ്ഞാൽ 128 GB വേരിയന്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എന്തിനാണോ. പിന്നെ 256 GB വേരിയന്റ് UFS 4.0 ആണ് കേട്ടോ. പിന്നെ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ബേസ് വേരിയന്റിലും ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. 48 മെഗാപിക്സലിന്റെ മെയിൻ സെൻസറും പിന്നെ 10 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസും പിന്നെ 13 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആണ്. പറയുമ്പോൾ പ്രൈമറി ലെൻസ് ഗൂഗിൾ പിക്സൽ 9 ആയിട്ടും ചെറുതാക്കി അതൊരു ഡൗൺഗ്രേഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ പുതിയ പ്രൊസസറിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കൂടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇമേജസ് ആണ് കിട്ടുന്നത് കേട്ടോ. പൊതുവെ കിട്ടുന്നുണ്ട്, നല്ലതാണ് കിട്ടുന്നത്. HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ടിലാണെങ്കിലും 10.5 തന്നെയുള്ളൂ. നിങ്ങൾ അൾട്രാ പ്രോ എടുത്താൽ മാത്രമേ നമുക്ക് സെൽഫി ക്യാമറയിൽ 50 കിട്ടും, 50-48 കിട്ടുള്ളൂ കേട്ടോ. പിന്നെ കാര്യമായിട്ട് വൈഫൈന്റെ 6E ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 6 വരുന്നുണ്ട്.
USB Type-C 3.2 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് വരുന്നത്. ഫിംഗർ പ്രിന്റ് അൾട്രാസോണിക് തന്നെയാണ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഉണ്ട്, നല്ല ക്യുക്കാനും. പിന്നെ ബാറ്ററി ഓൾമോസ്റ്റ് ഒരു 5000 mAh വരുന്നുണ്ട്. 30 വാട്ടിന്റെ വയർഡ് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ചാർജ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ചാർജിങ് 15 വാട്ട് വരുന്നുണ്ട്. പിന്നെ AnTuTu സ്കോർ 13-14 നോർമലി കിട്ടുന്നത്. നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയുക സ്നാപ്ഡ്രാഗൺ Gen 2 അല്ലെങ്കിൽ 8s Gen 3 ഒക്കെ ഒരു സ്കോറാണ് ഇവിടെ. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഈ ഗൂഗിളിന്റെ UI-യും അതുപോലെ തന്നെ ഇവരുടെ പ്രൊസസ്സറും കൂടി വരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. ലാഗിങ്ങോ സംഭവമൊന്നുമില്ല. ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹൈ എൻഡ് പ്രൊസസ്സർ ഉപയോഗിക്കുന്ന പോലത്തെ ഫീലാണ് നമുക്ക് കിട്ടുക. അത് നിങ്ങൾ ആക്ച്വലി ഗൂഗിൾ പിക്സൽ യൂസ് ചെയ്ത് തന്നെ നോക്കണം, എന്നാലും നമുക്കത് മനസ്സിലാവുള്ളൂ. അത് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ആദ്യത്തെ ഗൂഗിൾ പിക്സൽ 7 തൊട്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പറയുമ്പോൾ പ്രൊസസ്സർ ഭയങ്കര സ്കോറും ബെഞ്ച് മാർക്കൊക്കെ നോക്കുമ്പോൾ വലിയ പവർഫുൾ എന്നല്ലെങ്കിലും ഈ സാധനത്തിൽ ഓടുമ്പോണ്ടല്ലോ അവന്മാരുടെ ഒരു എന്താ പറയുക ഒപ്റ്റിമൈസേഷനും ഒരു രക്ഷയില്ലാത്ത ഒപ്റ്റിമൈസേഷൻ, ബട്ടർ സ്മൂത്ത് ഒക്കെ പറയില്ലേ. ഒരു സ്നാപ്ഡ്രാഗൺ 8 വരുന്ന ഫോണുകളിൽ പോലും ഇത്ര സ്മൂത്ത് ആണോ എന്ന് തോന്നില്ല നമുക്ക്. അങ്ങനത്തെ ഒരു ഒപ്റ്റിമൈസേഷനാണ് ഇവരുടെ. പിന്നെ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മുടെ പ്രോന്റെ പോലത്തെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അല്ല അതിൽ വരുന്നത്. മറ്റേ നമുക്ക് എന്താ പറയുക ചെറുതായിട്ട് കസ്റ്റമൈസേഷൻ പറ്റും. ഇതിൽ LTPO അല്ല, LTPS ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ 120 ഹെർട്സ് അല്ലെങ്കിൽ 60 ഹെർട്സ് അങ്ങനെ മാറുള്ളൂ. 1 ഹെർട്സിലേക്കൊന്നും പോയില്ല സാധനം. പിന്നെ കോളിംഗ് ക്വാളിറ്റി നമ്മളിതിൽ BSNL സിം ഉണ്ട്. അപ്പോൾ കോൾ ക്വാളിറ്റി ഇഷ്യൂസും കാണുന്നില്ല. റേഞ്ച് ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പണ്ടത്തെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയിട്ടുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ നമ്മൾ ഇതുവരെയായിട്ട് ഒരു ഇനീഷ്യലായിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളൂ, വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണാനില്ല. ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ച് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 200 ഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിലും പറയാം യൂസ് ചെയ്യുമ്പോഴോ പിടിക്കുമ്പോഴോ ഒന്നും നമുക്കിത് ഫീൽ ചെയ്യുന്നില്ല കേട്ടാ. പിന്നെ ബാക്ക് ഗ്ലോസി തന്നെയാണ്, ഫിംഗർ പ്രിന്റ് ആണ്. പിന്നെ ഈ കളർ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഫിംഗർ പ്രിന്റ് സംഭവം ഒന്നും കാണുന്നില്ല. സൈഡ് ഇതാണ് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ ഒരു കിടിലൻ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം. ബാക്ക് ആയിക്കോട്ടെ, ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ നമുക്ക് iPhone 16 വരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല കളറായിട്ട് തോന്നിയിട്ടാണ്, ഭയങ്കര ഇടിവെട്ടി കളറായിട്ട് തോന്നി. അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ സ്പീക്കർ ക്വാളിറ്റി നല്ല സ്പീക്കർ ക്വാളിറ്റി, ഭയങ്കരമായിട്ട് സ്പീക്കർ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈബ്രേഷൻ മോട്ടറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിക്സലിന്റെ കിടിലൻ സൂപ്പർബ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം. പിന്നെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് എന്തായാലും പറയാറില്ല. എന്തായാലും ഒരു 5000 mAh ഉള്ളത് കൊണ്ട് തന്നെ 1 day ഒക്കെ സുഖമായിട്ട് കിട്ടുന്നതാണ്. നമ്മളെന്തായാലും അതിൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ പറയുമ്പോൾ അതിൽ പറയാട്ടോ. ബിൽഡ് ക്വാളിറ്റി വൈസ് ആയാലും ഓൾമോസ്റ്റ് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. 2 സ്പീക്കർ ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 താഴെ വരണം വരുന്നുണ്ട്. ഒരു കോമ്പാക്ട് കുട്ടി കിടിലൻ ഒരു എന്താ പറയുക, ശരിക്കും നമുക്ക് ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം ഫോണാണെന്ന്. അത് ശരിക്കും ബിൽഡ് ക്വാളിറ്റിയിൽ അറിയുന്നുണ്ട്. ഇവരുടെ സ്വിച്ചസ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. നോർമലി ഇതിൻ്റെ തലതിരിഞ്ഞാണ്. താഴെ നമുക്ക് നോർമലി പവർ ബട്ടൺ അല്ല വരിക, ഇത് നേരെ താഴെ തിരിച്ചാണ്. അതിൽ താഴെ എന്താ പറയുക വോളിയമാണ് വരിക, മുകളിലാണ് പവർ ബട്ടൺ വരിക. അത് നിങ്ങൾ യൂസ് ടു ആവണം. പിന്നെ മെറ്റാലിക് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ബാറ്ററി ഇതൊക്കെ സംഭവമൊക്കെ പറഞ്ഞു. ക്യാമറ സാമ്പിൾസ് എന്തായാലും നിങ്ങൾ കണ്ടോക്കെ. ഞാൻ നമ്മളിത് പറയുന്ന ഇടയിൽ തന്നെ ഇടുന്നുണ്ട്. കിടിലൻ ക്യാമറ ക്വാളിറ്റിയാണ്, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഒരു എന്താ പറയുക സൂമൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ സെൻസറിൽ ഫോട്ടോ എടുത്ത് സൂം ചെയ്യുമ്പോൾ ചെറിയൊരു ഇത് വരുന്നുണ്ട്. വെച്ചാൽ അതവർ സൈസ് കുറച്ചിട്ടുണ്ട്, അതാണ് അതിൻ്റെ കുഴപ്പമാണ്. പിക്സൽ 9 കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വരില്ലേ. നമ്മുടെ ഇപ്പോൾ ക്യാമറയിലെടുത്ത ഫോട്ടോസും എന്താ പറയുക അതായത് നമ്മുടെ DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറാസിലെടുത്ത ഫോട്ടോസും നമ്മുടെ ഫോണിലെടുത്ത ഫോട്ടോസും സൂം ചെയ്യുമ്പോഴാണല്ലോ ഡിഫറൻസ് വരിക മെഗാ പിക്സലിലും സംഭവത്തിലൊക്കെ. പക്ഷെ അത് ശരിക്കും ഇത് ഈ മെയിൻ സെൻസർ ഇതിൻ്റെ 48 മറ്റേല് നമുക്ക് ഇവരാകെ സെൻസറൊക്കെ ആകെ കുത്തി ചെറുതാക്കി. പ്രത്യേകിച്ച് മെയിൻ സെൻസർ അത് എന്ത് മാങ്ങാത്തലവന്മാർ ചെയ്തെന്ന് എനിക്കൊരു പിടിയില്ല. കണ്ടോ, ശരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം മെയിൻ സെൻസർ ചെറുതായി ഭയങ്കരമായിട്ട്. അത് എന്തൊട്ട് ഏത് പൊട്ടന്മാരാണോ ഇവരൊക്കെ ചെയ്യുന്നത്. ചില സമയത്ത് അവന്മാരുടെ ഉടായ്പ കാര്യമാണ്. എന്നുവെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊവൈഡ് വല്ല ഡിഫറൻസ് കണ്ടില്ലേ. പക്ഷെ ബാക്കിയുള്ള സെൻസർ ഡിഫറൻസ് ഉണ്ട്. എന്തിനാണോ ഇങ്ങനെ പറയാം. എന്തായാലും 10,000-70,000 രൂപ വില വരുന്ന സാധനമല്ലേ ഇവന്മാർ. ഇത് ഇവന്മാരുടെ ഈ എന്താ പറയുക സാംസങ്, ആപ്പിള്, ഈ പിക്സലിൻ്റെ ഒക്കെ ഒരു കുഴപ്പമാണത്. അവരുടെ ബ്രാൻഡ് വാല്യൂ ഭയങ്കര ഡിമാൻഡ് അല്ല, അതിൻ്റെ ഒരു പേരിൽ അവന്മാര് കാണിക്കുന്ന കുത്തിക്കഴപ്പുകളാണ് ഇതൊക്കെ. അതിനെ അങ്ങനെ തന്നെ പറയാനേ വഴിയുള്ളൂ, വേറെ രക്ഷകളൊന്നുമില്ല. അപ്പോൾ ലാഗോ സംഭവമൊന്നുമില്ല കേട്ടോ. ബട്ടർ സ്മൂത്ത് ആണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ഞാൻ എന്താ പറയുക ആപ്സുകളും സംഭവമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് ഓൾറെഡി Android 16 തന്നെയാണ് വരുന്നത് കേട്ടോ. കണ്ടു, ഈ ഒരു ഡിവൈസ് ഹാസ് ബീൻ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ 256 GB എത്ര ഫ്രീ ഉണ്ടെന്ന് പറയാം. ഓൾമോസ്റ്റ് 256 GB ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 53 GB യൂസ്ഡ് ആണ്. ഞാൻ എൻ്റെ പഴയ ഫോണിൽ നിന്ന് ഡാറ്റ എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 230, 220, 30 താഴെയൊക്കെ നമുക്ക് ഫ്രീ മെമ്മറി കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്.
പിന്നെ ലേറ്റസ്റ്റ് ഒക്കെയാണ്, ഒരു ഇഷ്യൂസും കാര്യമൊന്നുമില്ല, നല്ല ഫാസ്റ്റ് ആണ്, ബട്ടർ സ്മൂത്ത് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഡീൽ തന്നെയാണ്. പിക്സൽ 9 നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ ആക്കിയിട്ടെന്ന് പറയാം. ആകെ പ്രോബ്ലം മെയിൻ സെൻസർ അവന്മാർ ചെറുതാക്കി എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ കാണുള്ളൂ. പക്ഷേ ഫോട്ടോസ് എടുക്കുമ്പോൾ അത് അങ്ങോട്ട് റിഫ്ലക്റ്റ് ആയി കാണുന്നില്ല അവരുടെ ഇമേജ് പ്രോസസ്സിങ് കാരണം. പ്രത്യേകിച്ച് പുതിയ പ്രൊസസ്സർ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും നമ്മൾ ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. ബാക്കി നമുക്ക് വഴിയെ നമ്മുടെ റിവ്യൂവിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ പറയുക, ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ക്രോമ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.